ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു റവ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ, അതുപോലെ മുട്ടയില്ലാതെ, ഓവനില്ലാതെ, കുക്കറിൽ എങ്ങനെ നമുക്ക് റവ കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റുന്നു. ഞാൻ എടുത്തിരിക്കുന്ന വറുത്ത റവയല്ല. അടുത്തായിട്ട് ഞാനൊരു ബൗളിലേക്ക് 8 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഓയിലായിരിക്കണം ചേർക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. നമ്മൾ ഏതൊരു ഇൻഗ്രീഡിയൻ്റ് എടുത്താലും അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചതായിരിക്കണം. തണുത്തത് കേക്കിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ ഓർക്കുക. അപ്പോൾ 8 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തു കഴിഞ്ഞു. അതിലേക്ക് ഞാനിനി ഒരു 1/4 കപ്പ് പുളിക്കാത്ത തൈരാണ് ചേർത്ത് കൊടുത്തത്. പുളിച്ച തൈര് ചേർക്കുകയാണെങ്കിൽ കേക്കിൻ്റെ ഒരു പുളിപ്പ് വരുന്നതായിരിക്കും. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് 1 കപ്പ് ചെറു ചൂടുള്ള പാലാണ്. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് കട്ടകളില്ലാതെ ഞാൻ ഇളക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക. ബാക്കിയും കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഞാൻ അടച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ്, നമ്മുടെ റവയൊന്ന് കുതിരാൻ വേണ്ടി. അതേസമയം തന്നെ ഞാൻ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത ഫോയിൽ പേപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലും ഞാൻ ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു 1/4 കപ്പ് ചെറു ചൂട് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം നല്ല പതഞ്ഞ് വരണം. ഇതേപോലെ ഇതേ സമയം തന്നെ ഞാനൊരു കുക്കറിൽ അല്പം ഉപ്പുപൊടി ചേർത്ത് തീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്, ഒരു ഫ്ലേവറിന് വേണ്ടി.
അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പാലിൻ്റെയും മിശ്രിതമാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ക്യൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സും എടുത്ത് വെച്ചപ്പോഴുണ്ട്. അതിൽ കുറച്ച് ഞാൻ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിൽ ഞാൻ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള കേക്ക് എടുത്ത് വെച്ചു. എന്നിട്ടിത് 55 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിംഗ് ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് വളരെയേറെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.